ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മുടെ ട്രൂക്കിൻ്റെ ബഡ്സ് Q1 എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്സെറ്റ് ഉണ്ട്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ്. ചെറിയൊരു വിലക്ക്, അതായത് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് ബുക്ക് ചെയ്തത് 1099 രൂപയ്ക്കാണ്. 3499 ആണ് ഇതിൻ്റെ MRP. അപ്പോൾ 1099 രൂപയ്ക്ക് നമുക്ക് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ മുൻപ് ഈ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചതാണ്. എന്നിട്ട് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. മാത്രമല്ല, ചാർജൊക്കെ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. 8-9 മണിക്കൂർ ചാർജ് എനിക്ക് നിൽക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, യൂസ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു 1100-200 ആ റേഞ്ചിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്തായാലും ട്രൂക്കിൻ്റെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെവിയിൽ ഇത് ഇരിക്കുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ലാണ്ട് നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവില്ല. അപ്പോൾ എൻ്റെ ചെവിയിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു എയർബഡ്സ് 4 ഗ്രാം വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് വീഴാണ്ട് ആ ലെവലിൽ നമുക്ക് പറ്റും. പിന്നെ ഇതിൽ നമുക്ക് കോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ മൈക്കായിട്ടാണ് ഒരു ഹെഡ്സെറ്റിൽ വരുന്നത്. അപ്പോൾ കോളൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്, കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.1 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇയർബഡ്സിൻ്റെ ചാർജിങ് ടൈം 90 മിനിറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പ്ലേ ടൈം എന്ന് പറഞ്ഞാൽ 6 to 8 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങളുടെ ഹെഡ്സെറ്റ് പല ആൾക്കാർക്കും, അതായത് എനിക്കെന്തായാലും ഒരു 8 മണിക്കൂർ 9 മണിക്കൂറൊക്കെ കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാർക്കും എങ്ങനെ കിട്ടാമെന്ന് അറിയില്ല. അപ്പോൾ ഓരോ ഹെഡ്സെറ്റിൻ്റെ ഇതുപോലെ ഇരിക്കും, അതിന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കമ്പനി പറയുന്നത് 6 to 8 മണിക്കൂറാണ് പ്ലേ ടൈം പറയുന്നത്. പിന്നെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 40 mAh ആണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് കേസ് ബാറ്ററി വരുന്നത് 400 mAh ആണ്. കണക്ഷൻ ഡിസ്റ്റൻസ് ഒരു 10 മീറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലി നെറ്റ് വെയ്റ്റിംഗ് വരുന്നത്, നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ നെറ്റ് വെയ്റ്റിംഗ് വരുന്നത് 44 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ കമ്പനിയുടെ ട്രൂക്ക് എന്നുള്ള പേരുണ്ട്. വേറെ പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഫുൾ ബ്ലാക്കിൽ വൈറ്റ് കളറിൽ പേരുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. ഗിഫ്റ്റ് കാർഡല്ല, വാറൻറ്റി കാർഡാണ്. അപ്പോൾ 6 മന്താണ് വാറൻറ്റി ഉള്ളത്. പിന്നെ മാനുവൽ യൂസേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ഹെഡ്സെറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമുക്കൊരു C ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കേബിളാണ് ഉള്ളത് ചാർജ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മുടെ ഹെഡ്സെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം, തുറന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ട്രൂക്കിൻ്റെ നല്ല അടിപൊളി ഹെഡ്സെറ്റാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാനും അതുപോലെ തന്നെ പോക്കറ്റിൽ വെക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു 400 mAh ഉള്ളത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചാർജ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ആഴ്ചയിലൊക്കെ ചാർജ് ചെയ്യാറുള്ളൂ. അപ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിൽ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത്ര വലുപ്പമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് കൊണ്ടുനടക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു 1100-200 റേഞ്ചിന് ഹെഡ്സെറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ബെറ്റർ ആയിരിക്കും. മുൻപ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തിട്ട് ഞാൻ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ്. അതായത് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി, എനിക്കൊരു കംപ്ലൈൻറ്റ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഒരുപാട് വട്ടം ഞാൻ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ സാധനം വെച്ചിട്ട് മഴ കൊണ്ടിട്ട് വെള്ളമൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മളിത് അൺബോക്സിങ് പൊട്ടിക്കുന്ന സമയത്ത് ഇതിലൊരു എക്സ്ട്രാ ബഡും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർഡർ ചെയ്തപ്പോഴും എനിക്ക് എക്സ്ട്രാ ബഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തപ്പോൾ പാക്കിങ്ങിൽ മാത്രമാണ് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പാക്കിങ് കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കാം. ഇതിൽ സീലുണ്ട് പൊട്ടിക്കാനുള്ളത്. അപ്പോൾ തുറന്ന പാടെ തന്നെ ഈ ഒരു ഹെഡ്സെറ്റ് മാത്രം ലൈറ്റ് കത്തുന്നുണ്ട്. ചിലപ്പോൾ ടച്ച് അമർന്നതായിരിക്കും, ഫിംഗറിൻ്റെ ടച്ച് അമർന്നത് കൊണ്ട് ഓൺ ആയതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് സീലിംഗ് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് നമ്മുടെ കേസ് വർക്കിംഗ് ആണോ അല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു സീല് നമുക്ക് പൊട്ടിച്ച് നോക്കാം. സീൽ അടിയിലും മേലായിട്ട് സീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സീല് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിൻ്റെ സീല് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ കളറും റെഡ് കളറും ലൈറ്റ് നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്. പിന്നെ ഇതിൽ ഗെയിം മോഡും അതുപോലെ തന്നെ മ്യൂസിക് മോഡും ഉണ്ട്. അപ്പോൾ അടിപൊളി ഹെഡ്സെറ്റാണ്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ബ്ലൂടൂത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ റീപ്ലേസ്മെൻറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ അയക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങളെന്തായാലും ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെയ്ക്കും ബൈ.